ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. മുരിങ്ങ സൂപ്പ്. ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉള്ളൊരു സാധനമല്ലേ മുരിങ്ങയ്ക്ക, മുരിങ്ങയില ഇതൊക്കെ. അപ്പം ഞാനിവിടെ ഒരു 2 വലിയ മുരിങ്ങയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതും കൊണ്ടൊരു അടിപൊളി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്കതിൻ്റെ ഇങ്ങനെ പുറത്തെ തോലൊന്ന് ചീകിക്കളയാം. ഇത് ഈ മുരിങ്ങയ്ക്കായും മുരിങ്ങയിലയൊക്കെ നമുക്ക് ബ്ലഡ് പ്രഷറുള്ളവർക്കും ഷുഗറുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കുമൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് ഈ മുരിങ്ങയ്ക്ക, മുരിങ്ങയില ഇതൊക്കെ. നമുക്കിതെല്ലാം ഒന്ന് ചീകി എടുത്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കാം. മുരിങ്ങ സൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതിന് വലിയ ടേസ്റ്റൊന്നും കാണത്തില്ല, എങ്ങനെ ഇത് കുടിക്കുന്നൊക്കെ. പക്ഷേ എനിക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എൻ്റെ മനസ്സിലും. പക്ഷേ ലാസ്റ്റ് വീക്ക് ഞാൻ മുരിങ്ങ സൂപ്പ് കുടിച്ചു. അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഇടയ്ക്കിടയ്ക്ക് മുരിങ്ങ സൂപ്പ് ഉണ്ടാക്കി കുടിക്കണം. അത്രയ്ക്ക് ടേസ്റ്റുമായിരുന്നു. നല്ലൊരു സൂപ്പാണിത്. നമുക്കപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം നമുക്ക് തോൽ ചീകി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മുരിങ്ങ സൂപ്പിനെ പറ്റി നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വരെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വരെ വളരെ ഇഷ്ടപ്പെട്ടൊരു സൂപ്പാണ് മുരിങ്ങ സൂപ്പ്. മുരിങ്ങയ്ക്കൊക്കെ തോൽ ചീകി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. മുരിങ്ങയ്ക്കൊക്കെ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതുപോലെ വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 3 ഗ്രാമ്പൂ അതും ഇതിലേക്കിടാം. ഒരു സർവ്വസുഗന്ധിയുടെ ഇലയുണ്ട്, അല്ലെങ്കിൽ മറ്റേ തേജ്പത്ത ആയാലും മതി, അതൊരെണ്ണം ഇടാം. ഒരു കഷ്ണം കറുവപ്പട്ട, പിന്നെ കുറച്ച് മല്ലിയിലയുടെ തണ്ട്. ഇല ഇടണ്ട, മല്ലിയിലയുടെ തണ്ട്. ഇത് ഭയങ്കര ഒരു ഫ്ലേവർ ആയിരിക്കും ഈ സൂപ്പിന്, മല്ലിയിലയുടെ തണ്ട് ഇടുന്നതുകൊണ്ട്. ഇനി നമുക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തിടാം. ഇനി ഒരു ടൊമാറ്റോയും കൂടെ കട്ട് ചെയ്ത് ഇടാം. ടൊമാറ്റോ കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഇനി ഒരു 2-3 പുതിന ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരട്ടെ. ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ വേണമായിരുന്നു, അത് വിട്ടുപോയി. നമുക്കിത് തുറന്ന് അതിലേക്ക് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടു. വീണ്ടും അടച്ചു വെക്കാം. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിസിൽ വരും. ഒരു വിസിൽ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് തുറന്നെടുക്കാം. കുക്കറിൻ്റെ കാറ്റൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്നെടുക്കാം. മുരിങ്ങയ്ക്കൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയ്ക്കകത്തൂടെ അരിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ, ഇത് കളയാൻ പാടില്ല. ഇനി നമ്മൾ ഇതിലിട്ടേക്കുന്ന മസാലകളൊക്കെ, ഇലയില്ലേ, ഈ സർവ്വസുഗന്ധി ഇല, പിന്നെ ഗ്രാമ്പൂ,
കറുവപ്പട്ട അതൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. നമ്മുടെ ഇലയും കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കാരണം ഈ മുരിങ്ങയ്ക്കായ്ക്കകത്തെ ഇത് കണ്ടോ, ഈ പൾപ്പും സീഡും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് സൂപ്പിലേക്ക്. അപ്പം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ടൊന്ന് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി എടുക്കാം. നമുക്കിനി ഈ സൂപ്പ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പയിലേക്ക് നമുക്ക് അരച്ചു കൊണ്ടുവന്ന് ഈ പൾപ്പെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ സ്റ്റോക്കില്ലേ, ഇത് കുറച്ചൊഴിച്ചിട്ട് ഈ ജാറും കൂടെ ഒന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് അരിച്ചെടുക്കണം. നമുക്ക് കുറച്ച് ഈ സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അരിച്ചെടുക്കാം. ഇത് കണ്ടോ, നമ്മൾ എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മുരിങ്ങയ്ക്ക് കറിയിലൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇത്ര സാധനമല്ലേ വേസ്റ്റായി പോകാറുള്ളൂ. അത്രമാത്രം സാധനം വേസ്റ്റായി പോയിട്ടുള്ളൂ. ഇതിന്ന് ബാക്കിയെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൂപ്പ് അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതുവരെ കുരുമുളക് പൊടി ചേർത്തില്ലല്ലോ. ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മതി. ഇനി കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു തിള വന്നാൽ മതി. നമ്മുടെ സൂപ്പിന് ഒരു തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് സൂപ്പ് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങ സൂപ്പ് തയ്യാറായിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാലും പോലെ ഏറ്റവും ഹെൽത്തിയാണ്. കാരണം നമ്മൾ ഇതിൽ ഒരു തുള്ളി പോലും എണ്ണ ചേർത്തിട്ടില്ല, ബട്ടർ ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. ഒട്ടും ഓയിലില്ലാത്തൊരു സൂപ്പാണിത്. അപ്പം ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടണമെങ്കിൽ, ഇത് ഓൾറെഡി തിക്കാണ്, കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടണമെങ്കിൽ കോൺഫ്ലവർ കലക്കിയിട്ട് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പരിപ്പില്ലേ, പരിപ്പ് വേവിച്ചിട്ട് ഉടച്ച് അതും ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതുപോലൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങ സൂപ്പിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി കുടിച്ച് നോക്കണം. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. Thanks for watching the video.